പ്രസിദ്ധമായ ധർമ്മടം മണ്ടല്ലൂർക്കാവ് ക്ഷേത്രോത്സവത്തിന് തുടക്കമായി. രാവിലെ നടന്ന തേങ്ങ താക്കൽ ചടങ്ങോടെയാണ് ഉത്സവത്തിന് തുടക്കമായത്. ഞായറാഴ്ച മുതൽ കെട്ടിയാട്ടങ്ങൾ ആരംഭിക്കും. ആചാരാനുഷ്ഠാനങ്ങളാൽ പ്രശസ്തിയാർജിച്ച ധർമ്മടം അണ്ടല്ലൂർക്കാവ് ക്ഷേത്രോത്സവത്തിന് തുടക്കമായി. താട്ടിലേത്ത് ഗിരീശനച്ചന്റെയും വലിയ കോമരത്തിന്റെയും ചെറിയ കോമരത്തിന്റെയും കാർമ്മികത്വത്തിൽ നടന്ന തേങ്ങതാക്കൽ ചടങ്ങോടെയാണ് ഉത്സവത്തിന് ആരംഭമായത്. ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളും ഭാരവാഹികളും പാരമ്പര്യ ഊരാളന്മാരും ചടങ്ങിൽ പങ്കെടുത്തു. ക്ഷേത്രാവശ്യത്തിനുള്ള തേങ്ങ സമീപത്തെ പറമ്പിലും വീടുകളിൽ നിന്നും ശേഖരിക്കും. വെള്ളിയാഴ്ച ചക്കകൊത്തൽ ചടങ്ങും ധർമ്മടത്തെ 4 ദേശത്തിലെയും വീടുകളിൽ രാത്രിയൂണിന് മുൻപേ തൂശനിലയിൽ മൈസൂർ പഴവും പപ്പടവും നെയ്യും കൂട്ടിക്കുഴച്ച് വില്ലുകാർ സേവിക്കുന്ന കുഴച്ചോണും നടക്കും. ശനിയാഴ്ചയാണ് ഉത്സവ കൊടിയേറ്റം. മേലൂർ കുറുവേക്കണ്ടി തറവാട്ടിൽ നിന്നും തൃക്കൈക്കുട മണലിലെ ആസ്ഥാനത്തെത്തിക്കും. തുടർന്ന് വേലിയേറ്റ സമയം വഴിനീളെയുള്ള വരവേൽപ്പിന് ശേഷം കാവിലെത്തിക്കും. മേലൂർ ദേശവാസികളുടെ വക കരിമരുന്ന് പ്രയോഗവുമുണ്ടാകും. ഞായറാഴ്ച മുതലാണ് കെട്ടിയാട്ടങ്ങൾ ആരംഭിക്കുക. കോലങ്ങൾ കെട്ടിയാടുന്നു എന്നൊരാൾ ചോദിക്കുകയാണെങ്കിൽ 40-ന് 1 കുറവ് എന്നാണ് പറയാറുള്ളത്. അതുതന്നെ ശ്രീ അണ്ടല്ലൂർക്കാവിലും പറഞ്ഞത്. ഇന്ന് കുംഭം വന്ന് ഇന്ന് തേങ്ങ ഇതാക്കൽ ചടങ്ങ് കാലത്ത് 7:30 മണിയോടുകൂടി നടന്നുമായി. രാവിലെ വിവിധ തെയ്യക്കോലങ്ങളും ഉച്ചയ്ക്ക് ബാലി സുഗ്രീവ യുദ്ധവും സന്ധ്യവേലയ്ക്ക് ശേഷം അച്ഛന്മാരുടെ മെയ്യാൽ കൂടൽ, തുടർന്ന് പ്രധാന ദൈവമായ ദൈവത്താറീശ്വരനും അങ്കക്കാരൻ ബപ്പൂരൻ ദൈവങ്ങളും തിരുമുടിയണിയും. അതേസമയം ഉത്സവകാലത്ത് ധർമ്മടത്തെ 4 ദേശങ്ങളിലെയും വീടുകളിലെത്തുന്നവർക്ക് അവിലും മലരും പഴവും അടക്കമുള്ള വിഭവമാണ് നൽകുന്നത് എന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.